ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സ്വപ്നങ്ങളുടെ ഭാണ്ഡവുമായിട്ടാണ് ഓരോ പ്രവാസിയും കടൽ കടക്കുന്നത്. ഒരുപക്ഷെ അവരെത്തിപ്പെടുന്ന മേഖലകൾ വ്യത്യസ്തമായിരിക്കും. ഏതായിരുന്നാലും ഞാനും ഇന്നൊരു പ്രവാസിയാണ്. പ്ലാന്റിൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അകലെയുള്ള ഒരു മസറുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഒന്ന് അങ്ങോട്ട് പോകണമെന്ന് കരുതി. ഇന്നാണ് ഇതിന് ഒഴിവ് കിട്ടിയത്. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മസറ. അവിടെ നിന്ന് 1 മാസത്തിലോ 1.5 മാസത്തിനിടയിലായിട്ട് ഒരു പാകിസ്ഥാനി സഹോദരൻ വെള്ളത്തിന് വേണ്ടി എൻ്റെ പ്ലാന്റിലേക്ക് വരാറുണ്ട്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സമുദ്രത്തിലെ ദ്വീപുകൾ എന്ന പോലെയാണ് തരിശായ ഈ മരുഭൂമിയിലെ അവിടെ ഇവിടെയും കാണുന്ന ഇത്തരം മസറകൾ. ഞാനീ പോകുന്ന വഴി സ്ഥിരമായ ഒരു നടപ്പാതയല്ല, മറിച്ച് ഒട്ടകങ്ങളും ആടുകളും മറ്റു ജീവികളും മേഞ്ഞു നടക്കുന്ന തരിശായ പരുപരുത്ത കല്ലുകളുള്ള ഉറച്ച മണ്ണുള്ള മരുഭൂമിയാണ്. മസറയിൽ താമസിക്കുന്നവർക്ക് ആവശ്യ സാധനങ്ങളുമായി മാസത്തിൽ എപ്പോഴെങ്കിലും അവരുടെ കഫയിൽ വാഹനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നൊരു വഴി മാത്രം. ഇടയ്ക്ക് ഒട്ടകങ്ങൾ ഇങ്ങനെ വരി വരിയായി പോകുന്നത് കാണുമ്പോൾ കുട്ടിക്കാലത്തെ ആ പാട്ട് നമുക്ക് ഓർമ്മ വരും. ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്കത്തോട്ടത്തിൽ നിരയായി. എന്തൊരു ചന്തമാണത് കാണാൻ. ഇവിടെ അടുത്താണ് ആ മസറ എന്ന് കരുതി ഇറങ്ങിയ ഞാൻ ആ കൂർത്ത കല്ലിലൂടെ നടന്ന് അല്പം ക്ഷീണിച്ചു. ആ മസറയാണെങ്കിലോ അകലെയായി തോന്നുന്നു. എന്നാൽ എന്തൊരു ലാഘവത്തോടു കൂടിയാണ് ആ ജീവികൾ അതിലൂടെ സഞ്ചരിക്കുന്നത്. മാഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവസാനം നടന്ന് ഞാൻ അവിടെ എത്തി. അദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആ പാകിസ്ഥാനി സ്വദേശി അബ്ദുള്ള. വളരെ കാലങ്ങളായി ഇവിടെ ഈ മസറയുടെ നോട്ടക്കാരനായി ജോലിക്കാരനായി വന്നതാണ്. 6 വർഷത്തോളമായി അത്രയാ സഹോദരൻ നാട്ടിലേക്ക് പോയിട്ട്. ഇവിടെ കാണുന്ന ഈ സാധുക്കളായ ജീവികളെ, കാര്യമായി കുതിരകളാണ് അവിടെ ഉള്ളത്. അതുപോലെ പ്രാവ്, മറ്റും പൂച്ച, പല ജീവികളവിടെ ഉണ്ട്. കൂടുതലായും കുതിരകളാണ്. അതിനെ പരിപാലിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. നിഷ്കളങ്കനാകുന്ന തന്നെ പരിപാലിക്കുന്ന ആളെപ്പോലെയാണ് ഞാനും എന്ന് കരുതിയിട്ടാകണം അവിടെയുള്ള ഈ പൂച്ച എൻ്റെ പിന്നാലെ നടക്കുകയാണ്. അതിന് വല്ലതും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന ആദിയായിരിക്കും. അങ്ങനെ അവിടുത്തെ വിശിഷ്ടാതിഥികളായ താമസക്കാരായ ഓരോ കുതിരകളെയും സന്ദർശിച്ചു. ഇവൻ തൻ്റെ പല്ല് ആ കമ്പിയിലൊരുതി മൂർച്ച കൂട്ടുകയാണ്. എന്താണെന്ന് അറിയില്ല. ഏതായാലും ഒരു കൗതുകവും അതിലേറെ അറിയാനുള്ള ആഗ്രഹവുമാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ പലപ്പോഴും കുതിരകളൊക്കെ വിദൂരത്ത് നിന്നോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇത്രയും അടുത്ത് നമുക്കൊരു പക്ഷേ പലർക്കും ലഭിച്ചിട്ടുണ്ടാവില്ല കാണാൻ. എൻ്റെ ജീവിതത്തിലെ ഒരു നല്ലൊരു അനുഭവം കൂടിയായി മാറി. കുതിരകൾ അതിൻ്റെ തൊഴുത്തിലിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ സഹോദരൻ ആ കുതിരയുടെ മുഖത്ത് നമ്മളൊക്കെ മാസ്ക് ധരിക്കുമ്പോൾ ഒരു തരം മാസ്ക് മാറ്റിയിടുകയാണ്. അതിന് ചില കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന മാസ്ക് പോലത്തത് എന്തിനാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അറിയുന്നവർ കമൻ്റ് ചെയ്യാം. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഈ കുതിരകൾ അവിടെയുള്ള മണ്ണ് മറ്റൊക്കെ തിന്നാതിരിക്കാനായിരിക്കും. ഭക്ഷണ സമയത്ത് മാത്രമാണത് അഴിച്ചു കൊടുക്കുന്നത്. ഇത്തരം മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കെന്തോ ഒരു വല്ലാത്ത പ്രയാസം തോന്നും. പക്ഷേ ഇവരൊക്കെയും വലിയ സന്തോഷവാന്മാരാണ്. അവിടെ ആ സഹോദരൻ താമസിക്കുന്ന റൂമാണ് ആ കാണുന്നത്. അവർക്കൊന്നും ഒരു പ്രയാസമോ ടെൻഷനോ ഇല്ല. വളരെ ഹാപ്പിയായി, ആരോടും ബന്ധമില്ല. വല്ലപ്പോഴും കഫീലോ ബന്ധപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ മാത്രം മനുഷ്യരുമായി ഇടപെടുന്നു. ബാക്കി മുഴുവൻ സമയവും ഈ സാധുക്കളായ ജീവികളോടൊപ്പമാണ് കഴിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇവർക്കൊക്കെ സന്തോഷം ലഭിക്കുന്നത്, ജീവിതത്തിൽ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കുന്നത് മനുഷ്യരുമായിട്ട് ഇടപഴകാതിരിക്കുമ്പോഴായിരിക്കും. കാരണം ആരുടെയും കുറ്റപ്പെടുത്തലോ ആക്ഷേപങ്ങളോ ചീത്തവാക്കുകളോ ഒന്നും കേൾക്കണ്ട. അവർക്ക് അവരുടേതായ ലോകം. തൻ്റെ സന്തോഷവും ദുഃഖവുമൊക്കെ ഈ മിണ്ടാപ്രാണികളോട് പങ്കുവെച്ച് അങ്ങനെ ജീവിക്കുക. ആഹാ, എന്തൊരു ജീവിതം. കുതിരകളെ പരിപാലിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ഭാഗത്തായി വേറെ ചില അതിഥികളുണ്ട്. സുന്ദരന്മാരായ ആട്ടിൻ പറ്റങ്ങൾ. എന്തൊരു ഭംഗിയാണ് അവരെ കാണാൻ. ഈ കൂട്ടത്തിൽ 2 ആളുകളാണ് ഉള്ളത്. നേരത്തെ പൂച്ച വന്നതുപോലെ ആടും കരുതി ഞാൻ വല്ലതും കൊണ്ടുവന്ന് തീറ്റ കൊടുക്കാനാണെന്ന്. അവരും അത് പ്രതീക്ഷിച്ചു.
പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല അവർക്ക് കൊടുക്കാൻ. ഇവർക്ക് തൊട്ടുപിറകിലായി മറ്റൊരു ഭാഗത്ത് നല്ല കാണാൻ രസമുള്ള സുന്ദരന്മാരും സുന്ദരികളുമായ ചെമ്മരിയാട്. ആഹാ, അതിൻ്റെ ശരീരത്തിൽ നിറയെ രോമങ്ങളും നീണ്ട ചെവിയും. തൊട്ടടുത്തൊരു കാവൽക്കാരനായ ഒരു പട്ടിയുണ്ട്. പേടിച്ചിട്ടാണോ ആവോ അവർ കുറച്ച് അകലത്തിലാണോ. അങ്ങനെ ഓരോ കാഴ്ചകളും പകർത്തുന്നതിനിടയിൽ അവർക്ക് തീറ്റയുമായി ആ പാകിസ്ഥാനി സഹോദരൻ വരികയാണ്. സാധാരണ 2 നേരമാണത്ര ഭക്ഷണം കൊടുക്കാറ്. ഇതവർക്ക് എക്സ്ട്രാ അന്ന് കൊടുത്തതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അർബാന, അതിൽ നിറയെ ഒരുതരം പുല്ല്. ഇവിടെ ധാരാളം ഈ പുല്ല് വിൽക്കുന്നത് കാണാം. ആടുകളും ഒട്ടകങ്ങളൊക്കെ കഴിക്കുന്നത് ഈ പുല്ലാണ്. മരുഭൂമിയിലല്ല, പുറത്തുനിന്ന് എവിടുന്നോ വരുന്നതാണ്. അങ്ങനെ ഓരോ കുതിരകൾക്കും അവർക്ക് ആവശ്യമായ ഖദർ അളവ് അവർക്ക് മുന്നിലുള്ള ആ പാത്രത്തിൽ കൊണ്ടുപോയിടുകയാണ് ആ സഹോദരൻ. നേരത്തെ കണ്ട ആ ലോറി ഉണ്ടല്ലോ, അതാണ് മാസത്തിൽ അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോൾ ഞങ്ങളെ പ്ലാന്റിലേക്ക് ഈ സഹോദരനും അവരുടെ കഫീലും മകനുമായി വന്ന് ഇവർക്ക് ആവശ്യമായി ഇവിടെ ഉപയോഗിക്കാനുള്ള വെള്ളം ശേഖരിച്ച് പോകാറ്. അവസാനം അവിടുത്തെ ഓരോ കാഴ്ചകളും പകർത്തി ആ പ്രിയപ്പെട്ട സഹോദരനോട് സലാം പറഞ്ഞു ഞാൻ ഇറങ്ങി. ഇനി ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണമെന്നും ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞു.